പറ്റില്ല. ആ അപ്പോഴത്തേന് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം എടുത്തോണ്ട് പോയപ്പോ പഠിക്കാനോണ്ടാ തോറ്റത്. പഠിക്കാതെ പോയി പറ്റി ചെയ്തിട്ടാ തോറ്റത്. പിള്ളേരൊക്കെ ആകുമ്പം LLB ആളാണല്ലോ. പക്ഷെ ഓരോ അവളുമാര് സംഘിക്കിരുന്ന് പഠിക്കുന്ന ബന്ധമാവും. രാത്രി മുഴുവൻ ഉറക്കം വെച്ചിരുന്ന് പഠിക്കാനൊന്നും പോയിട്ടേ എന്റെ കൂടെ ഉള്ളതൊക്കെ എന്താ അറിയാം. അരി നല്ലപോലെ കഴുകി പുതിയിട്ട് അരിക്കെല്ലാം പോട്ടെ. എന്നാലും ഏതാണ്ട് മണം പോണം. 3 പ്രാവശ്യം ഞാൻ കഴിഞ്ഞു. ഞാൻ ഇച്ചിരി നേരം വെച്ചേക്കും. അപ്പൊ അരിക്കെല്ലാം കൂട്ടിനിളകും. നല്ല ഉണ്ടെങ്കിൽ തന്നെ ഈ ചോറുണ്ടാക്കും തിളപ്പിക്കും. 2 ഗ്ലാസ് അരി പോലും ഇടുന്നില്ല. ഈ 2 ഗ്ലാസ് അരി എത്ര ദിവസം കൊണ്ട് ഇരിക്കും അമ്മേ? എനിക്കാന്ന് മുതൽ ഇരിക്കും. ഇപ്പം തീർന്നില്ല. എനിക്കാന്ന് മുതൽ ഇരിക്കും. അത് ചോറൊന്നും തീർന്നില്ല. മുക്കും ഇത്രയും ചോറ് തീർന്നു. ഉള്ളവണ്ണം പോകുന്നില്ല. ഉള്ളവണ്ണം പോകുന്നില്ല. ഞാനുണ്ടെങ്കിലേ മുക്കുമല്ലൊക്കെ. ഇന്നലെ ഞാൻ കൂടൊന്നും ഇല്ലാത്തോണ്ട് ഒന്നും വെളിയിൽ നിന്നൊന്നും കഴിച്ചില്ല. ഞാനുണ്ടെങ്കിൽ ഞങ്ങൾ പോയി വെളിയിൽ നിന്നൊക്കെ കഴിക്കും. പരീക്ഷയ്ക്ക് പോയാലും ശരി. മസാല ദോശ അത് ഇത് മസാല ദോശ എല്ലാം കിട്ടും. കേരളത്തിലുള്ള ഒരുത്തനുണ്ട്. ഉപ്പുമിന്റെ വീടിനടുത്ത് RK-പുരത്തിനടുത്ത് അവിടെ ഒരു മസാല ദോശക്കടയുണ്ട്. ഇത് മാത്രം കാശുണ്ടാക്കുന്ന ഭഗവാനെ. വീടിനടുത്താ. അവിടെ നിന്ന് തിന്നാനേ ഉള്ളു കപ്പേര. ഇങ്ങനെ ചുമ്മാ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക. റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു ഇപ്പുറത്തായിട്ടാ. ഞങ്ങളവിടെ പോവായിരുന്നു മസാല ദോശ തിന്നാൻ. അത്ര വലിയ നല്ലതൊന്നും പക്ഷെ കുഴപ്പമില്ല. ഇഡലി ദോശ പൊറാട്ട പൊറോട്ട എല്ലാം ഉണ്ടാവും. മലയാളിയാ. അതെ അയാളെ ഏതോ തിരുവല്ലയോ അങ്ങനെങ്ങാണ്ടുള്ള സൈഡിൽ നിന്നാണ്. ഇത് മാത്രം കാശാണ് അത്. നെയ്ച്ചത്തിന് വന്ന് ദോശ പൊറോട്ട പിന്നെ എല്ലാം വലിയോ വലിയ കാര്യമാണ്. ഇല്ല 100 എത്രയോ രൂപ മസാല ദോശക്ക്. അതാ ഇത് ചുമ്മാ കിട്ടുമോ മസാല ദോശ? ഇപ്പൊ മസാല ദോശക്കൊക്കെ വില കൂടുതലാണ്. ഞാനും മുക്കും കൂടെ പോകാനും ചില മുക്കും വാങ്ങിച്ചോണ്ട് വരും. ഊത്തപ്പം ഈ ദോശയുടെ മാവ് തന്നെ കോരി ഇച്ചിരി കറിയും ഒരു സാമ്പാറും ഒരു ചമ്മന്തി അതെന്തോ കറി. പിന്നെ അതിനകത്ത് ഇച്ചിരി കിഴങ്ങ് വെക്കും. അതെന്തോരം വെള്ളം കിഴങ്ങ് പുഴുങ്ങി ചുമ്മാ ഇച്ചിരി ഒരു വയസ്സുള്ളത്തത്. നമ്മളിച്ചിരി കിഴങ്ങ് പുള്ളിയും വിളിട്ട് ഇതാക്കിയാൽ നല്ല ഒന്നാന്തരം രീതിയായിരിക്കും. നല്ല ലാഭമല്ലേ മസാല ദോശയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ. അവരവിടെ ഏതോ ഒരു സ്ഥലത്ത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലാറ്റോ സ്ഥലമോ എന്നൊക്കെ വാങ്ങിച്ചു. ഇതെന്തോ ഇങ്ങനെ തൊട്ട് അറിയുന്നത്.
തീർന്നു അങ്ങനെ വിളിക്കാതെ ഇങ്ങനെ പോണ നല്ലതാണല്ലോ. അപ്പൊ കണ്ണു പോണോ 200 രൂപ മടക്കി പോണം. കിട്ടുമൊക്കെ ചെയ്യും അവര് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു കിട്ടത്തില്ല? അതിനകത്ത് ഏതാണ്ട് എഴുതിയാ മതി. ആര് പറഞ്ഞു മരുന്ന് തുടങ്ങും? ഞാൻ കാശ് കൊടുക്കാതാ വാങ്ങിച്ചത്. എനിക്ക് കാശ് കൊടുക്കാൻ പറഞ്ഞു തന്നത്.